ഹായ്. വൈകുന്നേരം ചായ ഉണ്ടാക്കാനായിട്ട് വന്നപ്പോഴാണ് ഒരു വ്ലോഗ് ചെയ്താലോ എന്ന് ഓർത്തത്. ചായയൊക്കെ ഇട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ചായക്ക് കടിക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ ആസ് യൂഷ്വൽ എന്നും ഉണ്ടാക്കുന്ന പോലെ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് പലഹാരമാകാമെന്ന് കരുതി. അങ്ങനെ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി, പഞ്ചസാര, ഉപ്പ്, സോഡാപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് ഒരു മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ എൻ്റെ സ്ഥിരം തട്ടിക്കൂട്ട് സംഭവങ്ങളാണ് കേട്ടോ. അതിലേക്ക് ഒരു സ്പൂണിൽ മാവ് കോരി ആ തിളച്ച എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ അത് ഒരു മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും സംഭവം ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ ബോണ്ടയൊക്കെ ഉണ്ടാക്കുന്ന ചേരുവ തന്നെയാണ്. മാവ് ലൂസാണെന്നുള്ളതേ ഉള്ളൂ. ഇത് അടുത്തതുകൂടി കോരി ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ചായയൊക്കെ റെഡിയായി. എന്താണെങ്കിലും ചായക്കുള്ള കടി റെഡിയാകുന്നതിന് മുമ്പേ ചായ കുടിച്ചു തുടങ്ങി. കുറച്ച് ഗോതമ്പ് പൊടിയോ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വേണേലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയാണ് ഞാനിങ്ങനെ ഓരോന്നും ചെയ്യുന്നത്. ഇനി നാളത്തേക്കുള്ള മാവ് തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. പാലപ്പത്തിന് വേണ്ടിയിട്ട് വറുത്ത് വെച്ച അരിപ്പൊടി അരച്ചെടുക്കുകയാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മാവ് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇന്ന് അരിയൊന്നും വെള്ളത്തിലിട്ടിട്ടില്ലായിരുന്നു. കുറച്ച് പുട്ടുപൊടി ഇരിപ്പുണ്ടായിരുന്നു, അരിപ്പൊടി. അപ്പോൾ പിന്നെ അപ്പം ഉണ്ടാക്കുന്നതാണല്ലോ എളുപ്പം. അങ്ങനെ അപ്പം ഉണ്ടാക്കാമെന്ന് വെച്ച് അരിപ്പൊടി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി തേങ്ങായും ചോറും കൂടെ ഇട്ട് അരച്ചെടുത്ത് വരണം. ഞാൻ സാധാരണ ഇങ്ങനെ ചെയ്യുന്നത് കാണിച്ചിട്ടുള്ളതാണ്. വറുത്ത അരിപ്പൊടി കൊണ്ടുള്ള പാലപ്പം ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറി കണ്ട് നോക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. നമ്മൾ ചോറ് കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ചോറും തേങ്ങായും. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഈസ്റ്റാണ്. ഈസ്റ്റും പിന്നെ പഞ്ചസാരയും. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ട് വരും. ആ മാവ് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ പാത്രം കഴുകിയൊന്നും ഒഴിക്കുന്നില്ല. കാരണം പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിരുന്നു മാവ്. ഇനി നമ്മൾ ഒരു തടിയുടെ സ്പാറ്റില കൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മാവ് അടച്ച് അങ്ങ് വെക്കും. നാളെ രാവിലെ തുറക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരിക്കും. രാവിലെ ആവേണ്ട ആവശ്യമൊന്നുമില്ല, അതിനു മുമ്പേ തന്നെ പൊന്തി വരും. നമ്മളുടെ ചായക്കുള്ള പലഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറ്റൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.